ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ്. ഇന്ന് നമ്മളിവിടെ ഒരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ആവശ്യമായ മട്ടൻ, അരി, സവാള, തക്കാളി, പുതിന മല്ലി ഇല, വറുക്കാൻ ആവശ്യമായ സവാള, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്. നമ്മൾ മട്ടനിലേക്ക് മസാല പുരട്ടാൻ പോവുകയാണ്. പാകത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീര്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. നമ്മുടെ മട്ടൻ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള കുറേശ്ശെ വറുത്ത് കോരി എടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഓരോ പ്രാവശ്യം ഉള്ളി ഇടുമ്പോഴും ആവശ്യമായ ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ടാൽ ഉള്ളി നല്ല ക്രിസ്പിയായി കിട്ടും. നമ്മുടെ സവാള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുകയാണ്. ഒന്ന് നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് മുന്തിരി ചേർത്ത് ഇളക്കാം. ഫ്രൈ ആയി വരുമ്പോൾ മാറ്റി വയ്ക്കാം. അര കിലോ റൈസ് ഉപയോഗിച്ച് ബിരിയാണി വയ്ക്കാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഉള്ളി വറുത്ത് കോരിയ
ബാലൻസ് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി പച്ചമണം മാറുമ്പോൾ നല്ല ഒരു മണം വരും. അപ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ചേർക്കാം. ഇവിടെ നമുക്ക് മസാലയുടെ നല്ല മണം വരുന്നുണ്ട്. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി ലേശം ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വഴണ്ട് വരണം. ഇവിടെ നമ്മുടെ സവാള റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ ചതച്ചിട്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മട്ടൻ മസാല പുരട്ടി മാറ്റി വെച്ചത് ചേർത്ത് നന്നായി ഇളക്കാം. നമുക്കിതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി ചേർക്കാം. കുക്കർ അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കാം. ഇവിടെ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞു. തീ നന്നായി കുറച്ച് വയ്ക്കാം. മൂന്നാമത്തെ വിസിലിന് സ്റ്റൗ ഓഫാക്കാം. തീ കുറച്ച് വെച്ച് 2 വിസിൽ കേൾപ്പിക്കാം. മൂന്നാമത്തെ വിസിൽ കേട്ട് തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫാക്കാം. ഇത് മൂന്നാമത്തെ വിസിലാണ്. തീ ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് 4 ഗ്രാമ്പു, 2 പട്ട, ഏലക്ക 2 എണ്ണം, 1 ബേ ലീഫ് എന്നിവയാണ് ചേർക്കുന്നത്. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. അരി അളന്നെടുത്ത പാത്രത്തിൽ ഇരട്ടി വെള്ളം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നന്നായി തിളയ്ക്കണം. നമ്മുടെ അരി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങാ നീരും റോസ് വാട്ടറും ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇവിടെ നമ്മുടെ വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറഞ്ഞ തീ വെച്ചിട്ട് 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം, പുതിനയില ചേർക്കാം, മല്ലിയില ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ലേശം മുളക് പൊടി, എല്ലാം കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ.
ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കുക. ഇത് നന്നായി തിളയ്ക്കണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ചാറ് മാറ്റി വയ്ക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാള പകുതി ഇതിൻ്റെ മുകളിലേക്ക് നിരത്തുകയാണ്. ഇതിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി മാറ്റി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ച കറി കുറേ ഒഴിച്ചു കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് നെയ്യ്. ആദ്യം ഒരു ലെയർ ഇട്ടതുപോലെ രണ്ടാമത് ഒരു ലെയർ കൂടി ഇട്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. കുക്കർ ചെറുതീയിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കി വയ്ക്കുകയാണ്. നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിനി തുറന്ന് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കാണാം.